ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് ഷഫ്ന 7. ഞങ്ങളിത് എവിടെ പോകാമെന്നല്ലേ, ഞങ്ങളുടെ നെച്ചൂസ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നെച്ചൂസിനെ തിരിച്ചു കൊണ്ടുവിടാൻ പോവാണ്. അതിനു മുമ്പേ പുള്ളിക്കാരിക്ക് മീനുകളെയൊക്കെ ഒന്ന് കാണണമെന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറ. ആ, ഞാൻ പോവാന്ന് പറ വീട്ടിൽ. ടാറ്റ അവിടെ. ആ, പൊക്കോ. നെച്ചു ഇന്ന് പോവാണോ? ആണോ? എവിടെയാ പോന്നേ? കുന്നലെ പോവോ? ആണോ? നോയിക്കേ, പോയി കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ മിസ് ചെയ്യത്തില്ലയോ? അപ്പൊ എന്തോ ചെയ്യും? ഞങ്ങളെയൊക്കെ കാണാൻ എന്തോ ചെയ്യും? വീഡിയോ കോൾ ചെയ്യോ? ആഹാ, ഗുഡ് ഗേൾ. വീഡിയോ കോൾ ചെയ്യണേന്നോ? അപ്പൊ ഇന്ന് പോവാണോ? അപ്പൊ നമുക്ക് പോയി ഒരുങ്ങാം. ശരി, ടാറ്റാ. നെച്ചോയ്, കുളിയൊക്കെ കഴിയോ? ഡ്രസ് ഇടാ ഇനി. ടാറ്റാ. ഹലോ. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് ഡ്രസ് ഇട്ട് ഇനി എന്തോ പരിപാടി? ഇന്നപ്പം നെച്ചുവിൻ്റെ മേക്കപ്പും ടാസ്കും ഒക്കെ ഞാനാണ് ഏറ്റെടുത്തത്. അത് കാരണം ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് കണ്ണൊക്കെ എഴുതി കുത്തൊക്കെ ഇട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. കരി എന്ന് പറയുന്ന പിള്ളേരുടെയൊക്കെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് നമ്മൾ കണ്ണെഴുതി ഒട്ടും വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ തന്നെ പൗഡറിൽ പൊത്തിയേക്കണം. അതറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ടാസ്കൊക്കെ വിജയകരമായി പൂർത്തിയാക്കി. അപ്പോഴാണ് കണ്ണിനകം എഴുതിയില്ലെന്ന് അവൾ തന്നെ പറഞ്ഞു തന്നത്. അപ്പോൾ പിന്നെ അതും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ണിനകമൊക്കെ എഴുതിയൊരു വാലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നെച്ചു പോവല്ലയോ? നാളെ തൊട്ട് എന്തോ ചിന്നെ കാണാൻ നിന്റെ ഒരു വീഡിയോ കോള്. ടാറ്റാ ബൈ ബൈ പറ. എടാ, നീ ചോട്ടുവിനോട് പറഞ്ഞു പോവാന്ന്. ടാറ്റ പറ, ഞാൻ പോവാന്ന് പറ. ഓടി വാ. നെച്ചു, ഇതോടെ ഇതൊക്കെ നമ്മുടെ പൂച്ച കണ്ടോ? നമ്മളെ കൊണ്ടുവിടാൻ വന്ന് നിൽക്കുക. പാവല്ലേ? ഞങ്ങളിപ്പോൾ ഉമ്മയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അല്ല, എവിടെ പണിക്കുവാ? ഇവിടെ പോവാ. കുന്നലെ പോവാണോ? ടാറ്റ പറഞ്ഞ് പോവാണോ ഇന്നോ? ഇനി എന്ന് വരും? നാളെ വരുമോ? വരണേ? അതാ പറ്റിക്കോ? എന്തോ വരണേ? പറ്റിക്കല്ലേ? ചേട്ടാ, ഉമ്മയെ നോക്കിയിരിക്കുകയാണോ? എപ്പോൾ വരുവേ? നോക്കാം. കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റില്ല ഗൈസ്, കാരണം ഞങ്ങൾ അവിടെ ഉമ്മി തിരക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറായി. ഇനി എഴുതണ്ടേ? മണിക്കൂറായി കേട്ടോ, പലതും പല വഴിയായി. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം അവളുടെ ഉമ്മയെ കണ്ടതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു ഫീലാണ് ആ നിപ്പിലുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പുനലൂർ വരെ പോകണമായിരുന്നു. പുനലൂർ പോയിട്ട് വീട്ടിലോട്ട് പോകാൻ ബസ്സിലിരിക്കുകയാണ്. ഈ ചൂട്ടി എനിക്ക് ടാറ്റയൊക്കെ തന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.